കുറിച്ച് കൂടുതലായി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഘട്ടങ്ങളിൽ മാത്രമാണ്. മറ്റെല്ലാ സമയത്തും ഗാന്ധിജിയുടെ രക്തസാക്ഷ്യത്തിന്റെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഘാതകർക്ക് പ്രകീർത്തനം പറഞ്ഞ് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ വെടിയേറ്റു മരിക്കുന്ന സാഹചര്യത്തെ പുനരാവിഷ്കരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ച് ആ ഗാന്ധിഘാതകരെ പ്രതിമ സൃഷ്ടിച്ച് രാജ്യത്ത് മഹത്വവൽക്കരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ഖജനാവ് പോലും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള അപകടകരമായ ഒരു ഇന്ത്യൻ സാഹചര്യത്തിലാണ് നമ്മൾ ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ പ്രസക്തമായ ജീവിതശൈലികളെക്കുറിച്ചും ഗാന്ധിസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ലോകം ഇന്ന് ഗാന്ധിയിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ സുവിശേഷം. ഐക്യരാഷ്ട്രസഭ യോഗം കൂടിയപ്പോൾ തീരുമാനിച്ചത് ഇവിടെ ഐസക് ന്യൂട്ടന്റെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. തത്വചിന്തകന്മാർ അല്ലെങ്കിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് ഭാവി തലമുറ സംശയിച്ചു പോകുമെന്ന് പണ്ടെന്നോ കാലത്ത് എഴുതി വെച്ചതുപോലെ ഈ മനുഷ്യനെ കുറിച്ച് പഠിച്ചവർ അല്ലെങ്കിൽ ഈ മനുഷ്യനെ കുറിച്ച് കേട്ടവരൊക്കെ കൂടി തീരുമാനിച്ചത് ഈ മനുഷ്യന്റെ ഓർമ്മദിനം രാജ്യമൊന്നാകെ ആദരിക്കണമെന്നാണ്. ഇതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് ഗാന്ധിജിയുടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം നമുക്ക് ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിക്കണമെന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് അവർ തന്നെ അല്ലെങ്കിൽ ലോക സംഘടനകൾ തന്നെ കൂടി തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ പോലെ ഇതുപോലെ വൈവിധ്യമുള്ളൊരു രാജ്യത്ത്, ഇതുപോലെ വിഭിന്നതയിൽ തിങ്ങി നിൽക്കുന്ന ഒരു രാജ്യത്ത്, വിവിധങ്ങളായ ജാതികളും മതങ്ങളും ഉപജാതികളും വിശ്വാസങ്ങളും വിശ്വാസകർമ്മങ്ങളും ജീവിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് രാജ്യത്ത് ഒരു രക്തച്ചൊരിച്ചിലും സൃഷ്ടിക്കപ്പെടാതെ അല്ലെങ്കിൽ ഒരു ആയുധവും എടുക്കാതെ ഒരു വെടിക്കോപ്പിന്റെയും സഹായമില്ലാതെ ഒരു മനുഷ്യൻ നടന്ന് അദ്ദേഹം നഗ്നപാതനായി നടന്ന് ഒരു ഫക്കീർ ഈ രാജ്യത്തെ സാമ്രാജ്യത്തെ ശക്തികളുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ലോകത്ത് അത്ഭുതമല്ലാതെ ഇതുപോലത്തെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്, ഇനി കഴിയുമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇത് ലോകത്തൊന്നാകെ വിവിധങ്ങളായ യുദ്ധങ്ങളും യുദ്ധമുറകളൊക്കെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ജീവിക്കുന്നത്. ഓരോ സമയത്തും ഓരോ രാജ്യങ്ങളും ഓരോ അതിർത്തി പ്രദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രദേശമല്ലാത്തത് വെട്ടിപ്പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ ആയുധ ശേഖര പുലകളിലുള്ള മുഴുവൻ ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് മതിയാകാതെ പരാജയപ്പെട്ട് പോകുന്ന സ്ഥിതിവിശേഷമുള്ള ഒരു നാടായി നമ്മുടെ നാട്ടിലെ പല ലോകരാജ്യങ്ങളിലെയും യുദ്ധങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. വിവിധ പ്രവിശ്യകൾ കീഴടക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ആയുധ ശേഖരങ്ങളിലുള്ള മുഴുവൻ ആയുധങ്ങളും തന്റെ ശത്രു രാജ്യത്തിന് നൽകിക്കൊണ്ട് അമേരിക്ക അവരെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ നയങ്ങളുടെ അല്ലെങ്കിൽ പുതിയ യുദ്ധരീതികളുടെ അല്ലെങ്കിൽ പുതിയ ശത്രു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനുള്ള രീതികളുടെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കുകയാണ്. ഈ സമയത്ത് അവരുടെ മുമ്പിൽ ഗാന്ധി എന്ന ഈ മനുഷ്യനെ കൊണ്ട് ഇത്രമാത്രം വിസ്തൃതിയോടുകൂടി ഇത്രമാത്രം വിഭിന്നതയോടുകൂടി ഇരുന്ന ഈ ജനസഞ്ചയത്തെ ആ വലിയ സാമ്രാജ്യത്തെ ശക്തികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അത്ഭുതമാണെങ്കിൽ ആ അത്ഭുതത്തെക്കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ പറയുക എന്നുള്ളതാണ് ഇന്ന് നമ്മളെപ്പോലുള്ള ഗാന്ധിയൻ വിശ്വാസങ്ങളെ അർപ്പിച്ചു പോകുന്ന മനുഷ്യരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. ഇവിടെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രസംഗമധ്യയെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് രാജ്യത്തിന്റെ ഗ്രാമീണ അവസ്ഥയെക്കുറിച്ച്. ഇന്നിവിടെയാണ് ഇന്ത്യയുടെ ഗ്രാമീണ സ്ഥിതിവിശേഷം നിലകൊള്ളുന്നു എന്നുള്ളത്. ഗാന്ധി രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കി നിലനിർത്താൻ കഴിയുന്ന സാമ്പത്തിക സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അതിന്റെ ഭരണ സംവിധാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അധികാരികൾ ഏതെങ്കിലും ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾ അധികാര സ്ഥലത്തിരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് രാജ്യത്തെ ഏറ്റവും സാധാരണ മനുഷ്യരെ കുറിച്ചായിരിക്കണം. അല്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കുക വഴി ഏതെങ്കിലും സുഖങ്ങൾ അല്ലെങ്കിൽ അസൗകര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് ആ ഗ്രാമീണ ജനതയെക്കുറിച്ച് സംസാരിക്കണം, അവരെ ചിന്തിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇന്ന് രാജ്യത്ത് പാർലമെന്റിനകത്ത് ചുട്ടെടുക്കപ്പെടുന്ന നിയമങ്ങളൊക്കെ ഒരു അപ്പം ചുടുന്ന വേഗതയിൽ മാത്രം രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഒരു ചർച്ചയുമില്ലാതെ ഒരു ജനാധിപത്യ ബോധവുമില്ലാതെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നിയമങ്ങൾ ചുട്ടെടുക്കപ്പെടുമ്പോൾ ആ നിയമത്തിന്റെ ഫലമായി അല്ലെങ്കിൽ ആ ചുട്ടെടുക്കപ്പെടുന്ന നിയമത്തിന്റെ അനന്തര ഫലമായി ദുരിതം അനുഭവിക്കുന്നവരുടെ നാടായി ഇന്ന് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഈയിടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ലോകം ആദരിക്കപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സാമ്പത്തിക വിദഗ്ധനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ചുപോയി. ആ മൻമോഹൻ സിംഗിന്റെ ഓർമ്മ ദിനത്തിൽ നമ്മളൊക്കെ ഒരുപക്ഷെ മൻമോഹൻ സിംഗ് രാജ്യം ഭരിക്കുമ്പോൾ കല്ലെറിഞ്ഞവർ പോലും മൻമോഹൻ സിംഗിനെ കുറിച്ച് സ്മരിച്ചു പറഞ്ഞു പോയ ഒരുപാട് വാക്കുകളുണ്ട്. മൻമോഹൻ സിംഗ് രാജ്യത്ത് സ്ഥാപിതമാക്കാൻ അല്ലെങ്കിൽ രാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് രാജ്യത്തിന്റെ ഗ്രാമീണ ജനതയുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. രാജ്യത്ത് ഗാന്ധിജി പറഞ്ഞ അല്ലെങ്കിൽ ഗാന്ധി പറയിപ്പിച്ച പാതയിലൂടെ മുന്നോട്ട് പോകാനായിരുന്നു ഗാന്ധിജിയുടെ പിൻതലമുറക്കാരനായി രാജ്യം ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ മൻമോഹൻ സിംഗ് ഭരിച്ചത്.
ആ മൻമോഹൻ സിംഗ് 2014 അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അധികാരം മറ്റൊരു ഭരണാധികാരിയുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അവസാനത്തെ സമ്മേളനം സമ്മേളിച്ചപ്പോൾ ആ പാർലമെന്റ് സമ്മേളനത്തിൽ അന്നത്തെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം സാക്ഷി നിർത്തി അന്നത്തെ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമതി സോണിയാഗാന്ധി എന്ന UPA ചെയർപേഴ്സൺ ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്, മറക്കാൻ കഴിയില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ നാട് 1947 എന്റെ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ 30 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള നാടായിരുന്നു. അന്ന് എന്റെ നാടിനെ കുറിച്ച് ആലങ്കാരികമായി പറയാറുള്ളത് സ്വന്തമായി ഒരു മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത നാടെന്നാണ്. എന്റെ നാട്ടിലെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകരാജ്യങ്ങളുടെ അരികിലേക്ക്, നേതാക്കന്മാരുടെ അരികിലേക്ക് ചൊല്ലുമായിരുന്നു. എന്റെ രാജ്യത്തിന്റെ അന്നത്തെ പ്രധാനമന്ത്രി ലോക ബാങ്കുകളുടെ സാമ്പത്തിക ശക്തിയുള്ള നേതാക്കന്മാരുടെ അരികിൽ ചെന്ന് പറയുമായിരുന്നത്രേ, എന്റെ നാട് 30 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള സമീപകാലത്ത് സ്വാതന്ത്ര്യം ലഭിച്ചൊരു നാടാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അനുദിനം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, എൻ്റെ നാട്ടിൽ പട്ടിണി മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന ദരിദ്ര നാരായണന്മാരുടെ വാർത്തയാണ്. അതുകൊണ്ട് എൻ്റെ നാട്ടിലെ ജനതയ്ക്ക് പട്ടിണി മാറ്റാൻ, അവർക്ക് വിശപ്പില്ലാതൊന്ന് കഴിഞ്ഞുകൂടാൻ, എനിക്ക് ധാന്യം വാങ്ങാൻ, എനിക്ക് ഗോതമ്പ് വാങ്ങാൻ, അവരുടെ നാട്ടിലെ ജനതയുടെ അരിയാഹാരങ്ങൾ അവർക്ക് നൽകാൻ ഞങ്ങൾ എന്തെങ്കിലും അരിയാഹാരം തന്ന്, അല്ലെങ്കിൽ ഗോതമ്പ് തന്ന്, അല്ലെങ്കിൽ അവരുടെ പണം വാങ്ങാൻ, അവർക്ക് ധാന്യങ്ങൾ വാങ്ങാനുള്ള പണം തന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഭിക്ഷക്കാരന്റെ വേഷം കെട്ടി ചെന്നിരുന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമുക്കെന്ന്. എന്നാൽ 2014 നാം ഈ രാജ്യം ഭരിച്ച് ആ ഭരണത്തിന്റെ അവസാന നാളിൽ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനം നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഫർ സ്റ്റോക്കുള്ള രാജ്യമായി മാറുകയും എൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് ഭക്ഷ്യസുരക്ഷിതത്വമുള്ള, ഫുഡ് സെക്യൂരിറ്റിയുള്ള ഒരു രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തുവെങ്കിൽ ആ രാജ്യം ഇന്നെവിടെയാണ് ഈ 10 വർഷക്കാലം ഭരിച്ച മോഡിയുടെ ഗവൺമെന്റ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? രാജ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും നരസിംഹറാവുവും രാജീവ് ഗാന്ധിയും അങ്ങനെ ഇന്ത്യ കണ്ട പ്രധാനമന്ത്രിമാരൊക്കെ, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരിച്ചപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതും സംരക്ഷിക്കപ്പെട്ടതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു ഈ രാജ്യത്ത് നാം കണ്ടതെങ്കിൽ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന പൊതുയിടങ്ങളുടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കേന്ദ്രങ്ങളായി നമ്മൾ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ലാത്ത നാടായി ഈ നാട്, ഗാന്ധിയുടെ നാട്, ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറുമ്പോൾ ഇത് ഇന്ത്യയുടെ റെയിൽവേ, ഇന്ത്യക്കാരൻ്റെതാണെന്ന് പറഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സ്വകാര്യ മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്ത റെയിൽവേ സ്റ്റേഷനുകളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ നിരത്തുകളിൽ ഓടുന്നത് എന്നുള്ളത് അതീവ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാണുന്നത്. ഇന്ന് രാജ്യത്ത് നടത്തിക്കൊണ്ടുപോയി ഏറ്റവും ലാഭത്തിൽ നിന്ന് പ്രവർത്തിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ അപ്പോൾ എത്തുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ. ഓരോന്നോരോന്നായി ഈ രാജ്യത്തെ ഓരോ തുറമുഖങ്ങളും ഓരോ എയർപോർട്ടുകളും അദാനിക്കും അംബാനിക്കും തീരെഴുതി കൊടുത്ത് ആ എയർപോർട്ടുകളുടെ മുഖത്ത് നിന്ന് ഇന്ത്യൻ എയർപോർട്ട് എന്ന് എഴുതിയെടുത്തുനിന്ന് മാറ്റി അദാനി എയർപോർട്ട് എന്ന്, അംബാനി എയർപോർട്ട് എന്ന് എഴുതി വെക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടേതുൾപ്പെടെയുള്ള പ്രദേശത്തു കൂടി കിലോമീറ്ററുകൾ ദൂരത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന വലിയ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ്. ആ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായി പണി കഴിഞ്ഞാൽ ആ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ റോഡിന്റെ ചുമതലാവകാശം, ഉടമസ്ഥാവകാശം പൂർണ്ണമായി അതൊരേതോ മുതലാളിയുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലേക്കുള്ള വ്യവസ്ഥിതിയോടുകൂടിയാണ് രാജ്യത്തെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നമ്മുടേതെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ്, നമ്മൾ വളർത്തിയ സ്ഥാപനമാണ് രാജ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ LIC. ആ LICയിൽ ഇന്ന് 52% നിക്ഷേപം വരുന്നത് വിദേശ കമ്പനികൾക്ക് നൽകിക്കൊണ്ട് ഏത് സമയത്തും അവരുടെ കയ്യിൽ ഒതുക്കി വെക്കാൻ കഴിയുന്നൊരു ധാന്യശേഖരമായി, ഒരു ധനകാര്യ സ്ഥാപനമായി ഇന്ന് LIC നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ ഗാന്ധി നമ്മുടേതെന്ന് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സ്വരാജ് എന്ന് പഠിപ്പിച്ച്, അല്ലെങ്കിൽ സത്യാഗ്രഹം നടത്തി ഈ രാജ്യത്ത് വെട്ടിപ്പിടിച്ച, അല്ലെങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് നേടിത്തന്ന ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തണമെന്നുള്ളതാണ്.